ഇന്ന് മോള് ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് മിനി കേർലി ടെയിൽസ്. ഇന്ന് മോള് ഒരു പ്രഷർ ചിക്കൻ മിക്കറും പച്ചക്ക് കഴിക്കാം. എല്ലാരും Okay. Good morning to all. Welcome to another vlog of Mini Curly Tales. Good morning to all. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു കുക്കർ ബിരിയാണി മൈ ഡോട്ടർ ഇന്ന് അവളുണ്ടാക്കുമെന്ന് പറഞ്ഞു. സോ ഇവിടെ ഓക്കെ, ഞാനില്ലേ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണി. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു മിനി കേർലി ടെയിൽസ്. ഇന്ന് ഞങ്ങൾ ഒരു പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാവുന്ന എങ്ങനെയാണെന്ന് മോള് അത് കാണിക്കും. ചിക്കൻ ബിരിയാണി അവസാനം ഉണ്ടായിട്ട് വരുമോ ഇല്ലയോ അത് കഴിക്കുന്നവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും ഷീ വിൽ ട്രൈ ഹർ ബെസ്റ്റ് ആൻഡ് ഷീ വിൽ ഡു ഇറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കം ഓൺ, യു സ്റ്റാർട്ട് ഇറ്റ്. എന്തൊക്കെയാ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് അറിയണ്ടേ? ആദ്യം നമുക്ക് ചിക്കൻ എടുക്കണം. 1 kg ചിക്കൻ. 1 kg ചിക്കൻ. നീ ഒന്ന് ശ്വാസം വിട്ടേ. 1 kg ചിക്കൻ. അത് കഴിഞ്ഞ് കുറച്ച് ഗാർലിക്, ജിഞ്ചർ, ഗാർലിക് ആൻഡ് ഒനിയൻ. കൊച്ചുള്ളി എടുക്കാം. നീ ഇത് കുറച്ചേ എടുത്തിട്ടുള്ളല്ല. ജിഞ്ചറും ഒക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പുതിന ഇലയോ മിന്റ് ലീവ്സോ കൊറിയാണ്ടർ ലീവ്സോ വാട്ടർ യു കൻ ജസ്റ്റ് ആഡ് ഫോർ സ്മെൽ. 1 teaspoon Kashmiri chili and 1 teaspoon normal chili, and then ഇത് കൊറിയാണ്ടർ മോള് മല്ലി പൗഡർ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. and salt ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് അത് കഴിഞ്ഞിട്ട് ഇത് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല അതൊരു ടീസ്പൂൺ ഇടുക. ഓക്കെ, കുറച്ച് പൗഡർ ഹാഫ് ടീസ്പൂൺ ഇട്ടു. ഇത്രയും എല്ലാം കൂടെ ഇതിനകത്ത് മാരിനേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അരച്ചോണ്ട് വരാം. മമ്മ ഇത് അരച്ചോണ്ട് വന്നു. ഇതിനകത്ത് ഒരു പിടി കോക്കനട്ടും ഉണ്ട്. ഇനി നമ്മൾ എടുത്ത് അരച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ 1 സ്പൂൺ യോഗർട്ട് എടുത്തിട്ട് മാരിനേറ്റ് ചെയ്യണം. കുറച്ചും കൂടി ഇട്ടു. എത്ര മിനിറ്റ് വെക്കണം മോള്? ഹാഫ് ആൻ അവർ വെക്കണം. ഫ്ലഷ് എന്തുപോലെ ഗുയി പോലിരിക്കുന്നു. റബ്ബർ പോലെ ഇരിക്കുന്നു. ചിക്കൻ ആദ്യമായിട്ട് തൊട്ടതാ. ഓക്കെ, ഇവിടെ എല്ലാം ആക്കാതെ എന്റെ മോള്. നീ അതെന്ത് ചെയ്യാ? നമുക്ക് കവർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാം. When the water dries out, you have to put 2 tablespoons of olive oil. Add 1 onion chop. And now a little bit of garlic and ginger. You turn fingers, add a bit of salt. You add turmeric, half teaspoon. Now we are going to add 1 tablespoon chili powder. 1 tablespoon. Teaspoon garam masala.
എല്ലാരും തൂക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് മോളെ ജോലി? എന്തുവാ? സിമ്മിലാണോ ആക്കിയത്? കുറച്ച് വെച്ചോ ഫ്ലെയിം? ഓക്കെ. ആ ചിക്കൻ ഇന്ന് അടുപ്പേ കയറുമോ മോനെ? ചിക്കൻ ഒരു 5 to 10 minutes തുറന്നു എന്നിട്ട് ലിഡ് ഇടാതെ അത് ഓൺ ചെയ്ത് വെച്ചേക്കണം അല്ലേ? കുറച്ച് അത് വേവാൻ വേണ്ടി അല്ലേ? 2 കപ്പ് ഇതിന്റെ ഡബിൾ വെള്ളം റൈസ്. എന്തോ റൈസ് എന്തോ മോളെ മമ്മയ്ക്ക് മനസ്സിലായില്ല. ആളുകൾക്ക് മനസ്സിലാവണ്ടേ നീ പറയുന്നത്? ഓക്കെ. 2 കപ്പ് റൈസ് എടുത്തുണ്ട്. ആ. അത് കഴുകി ഇനി നമ്മൾ ഇത് 2 കപ്പ് ഡബിൾ വെള്ളത്തിൽ നമ്മൾ വേവിക്കണം കേട്ടോ. എന്തുവാ ഏതെങ്കിലും അതിന് മെഷർമെന്റ്സ് വല്ലതും ഉണ്ടോ? ഇത് 2 കപ്പ് റൈസ്, 2.5 കപ്പ് റൈസ്. ബിക്കോസ് ഫാമിലി ഓഫ് 3 members. ഓക്കെ. നിങ്ങളുടെ 4-5 കണ്ടുമ്പോൾ ഡബിൾ എടുത്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ നമ്മൾ ഇതിന്റെ ഡബിൾ വെള്ളത്തിൽ നമ്മളായിട്ട് വേവിക്കണം. ആരും വേവിക്കണം? അമ്മേ എടുത്തുന്ന കവർ മാറ്റി. ഇത് പോലെ നമുക്ക് ഇത് മാറ്റി വെക്കണം. എന്താ ചെയ്യണം? റൈസ് എടുത്താനാ? എന്തോ നോക്കുന്ന? ഉപ്പുണ്ടോ? ഉപ്പില്ല. ഇനി അപ്പൊ ഉപ്പിടും. ടേസ്റ്റ് മേക്കർ എടുക്കുന്നുണ്ടോ മോള്? എന്തോ ടേസ്റ്റ് മേക്കറായിട്ട് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ ഇടാം കേട്ടോ. വേണമെങ്കിൽ യു ക്യാൻ പുട്ട് നെയ്യ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെയ്യും കൂടി ഇടാം. പക്ഷെ ഇവിടെ ഇത്തിരി നെയ്യ് കുറവായോണ്ട് ഐ എം നോട്ട് പുട്ടിങ് ഇറ്റ്. നിന്റെ ആവശ്യത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വിളമ്പുമ്പോ കുറച്ച് നെയ്യ് ഇടാം. ഓക്കെ. ഇനി അടയ്ക്കാം. എന്നിട്ടിത് ഒരു വിസില് കേൾക്കുമ്പോൾ ഇത് ഓഫ് ചെയ്യണം. ഒരു വിസില് പിന്നെ അത് കുറച്ച് നേരം ഒരു 20-25 മിനിറ്റ്സ് ആ പ്രഷറിനകത്തിരുന്ന് തന്നെ വേവട്ടെ. ഓക്കെ. ജസ്റ്റ് ഒരു വിസിൽ എന്നിട്ട് അടച്ചു വെച്ചു. എങ്ങനെയുണ്ട് ചേച്ചി? ചോറൊക്കെ ഒത്തിരി വെന്ത് പോയോ? കറക്റ്റ് വേവാ. മോളെ മോക്ക് ഇഷ്ടപ്പെട്ടു? തന്നെത്താൻ വെച്ചതല്ലേ, ഒരുവിധം ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കും അല്ലേ? ഗീ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഗുഡ് അറ്റംപ്റ്റ് എലീന, നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. സൂപ്പർ.